അതെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വീട്ടിൽ തൃക്കാർത്തിക വിളക്ക് തെളിയിച്ച് കാണുമല്ലോ. എനിക്കറിയാം, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും തൃക്കാർത്തിക വിളക്ക് തെളിയിക്കാൻ വളരെ ഇഷ്ടമാണെന്ന്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമോ എന്തിനാണ് നമ്മൾ തൃക്കാർത്തിക ദീപം കൊളുത്തുന്നതെന്ന്? എന്താണ് ഇതിന്റെ ഐതിഹ്യമെന്ന്? ഒട്ടുമിക്ക പേർക്കും അറിയാം. എങ്കിലും അറിയാവുന്നവർക്കും അറിയാത്തവർക്കും പുതുതലമുറയിലെ കുട്ടികൾക്കും വേണ്ടി തൃക്കാർത്തികയെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചറിവുകൾ പകർന്നു നൽകിയാലോ? തൃക്കാർത്തിക എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കാർത്തിക ദീപങ്ങളല്ലേ? അതേപോലെ മൺചിരാതുകളും പിന്നെ കാർത്തികേയ ഭഗവാനെയും പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം തൃക്കാർത്തിക ജ്ഞാനത്തിന്റെയും ആഗ്രഹ സാഫല്യത്തിന്റെയും ശുഭത്വത്തിന്റെയും പ്രതീകം കൂടിയാണ്. മനസ്സിലെയും വീട്ടിലെയും സകല ദുരിതങ്ങളും തിന്മകളും തൃക്കാർത്തിക വിളക്ക് കത്തിച്ചാൽ ഇല്ലാതാകുമെന്നാണ് പഴമക്കാർ വിശ്വസിച്ചു പോന്നത്. എന്നാൽ കേരളത്തിൽ തൃക്കാർത്തിക ദേവിക്കാണ് പ്രാധാന്യം നൽകുന്നത്. പാർവതി ദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസമായാണ് തൃക്കാർത്തിക എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് കാർത്യായനി ദേവിയുടെ ജന്മദിനം എന്ന നിലയിലാണ് കേരളത്തിൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് വൃശ്ചിക മാസത്തിലാണ് നമ്മൾ തൃക്കാർത്തിക ആഘോഷിക്കുന്നതെന്ന്. വൃശ്ചിക മാസത്തിൽ കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിക്കുന്ന നാളിലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. തൃക്കാർത്തിക ദിവസം വീടും പറമ്പും വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിക്കുന്ന ചടങ്ങ് പൊതുവെ കാണപ്പെടുന്നു. സന്ധ്യയ്ക്ക് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച്, പൂജാമുറി ഇല്ലാത്തവർ സന്ധ്യാദീപം തെളിയിച്ച്, തുടർന്ന് നടുമുറ്റത്തെ കാർത്തിക ദീപത്തിലും മൺചിരാതുകളിലും തിരി തെളിച്ച് വീടാകെ ദീപങ്ങളാൽ അലങ്കരിക്കുന്നു. പഴമക്കാർ വാഴത്തടയിൽ കുരുത്തോലയും പൂക്കളും കൊണ്ട് അലങ്കരിച്ചാണ് കാർത്തിക വിളക്ക് ഉണ്ടാക്കിയിരുന്നത്. പുഴുക്ക്, അട, കരിക്ക് എന്നിവ കാർത്തിക നാളിൽ വിളമ്പുകയും അത് അവരെല്ലാവരും കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇതിനെല്ലാം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തിരക്കേറിയ ഈ കാലഘട്ടത്തിൽ മൺചിരാതുകളിലെ ദീപങ്ങളിൽ മാത്രമായി നമ്മുടെ കാർത്തിക ആഘോഷം ചുരുങ്ങുകയാണ്. ഇനി തമിഴകത്ത് കാർത്തികയുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്തെന്നാൽ, തമിഴകത്ത് തൃക്കാർത്തിക സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടതാണ്. ശരവണ പൊയ്കയിൽ പിറന്നു വീണ സുബ്രഹ്മണ്യനെ കൃത്തികമാർ എന്ന 6 അമ്മമാർ എടുത്തു വളർത്തിയത് മൂലം 6 മുഖങ്ങൾ ഉണ്ടായെന്നും വിശ്വസിക്കുന്നു. ഈ അവസ്ഥയിൽ പാർവതി ദേവി കുട്ടിയെ എടുത്തപ്പോൾ 1 മുഖമായെന്നും വിശ്വസിച്ചു പോരുന്നു. ഇങ്ങനെ പാർവതി ദേവി സുബ്രഹ്മണ്യനെ എടുത്തത് തൃക്കാർത്തിക ദിവസമായതിനാൽ ആണ് തൃക്കാർത്തിക നാളിൽ സുബ്രഹ്മണ്യനെ പൂജിക്കുന്നത്. ശ്രീ പരമേശ്വരൻ അഗ്നിരൂപിയായി നിലകൊള്ളുന്ന തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ക്ഷേത്രത്തിലെ കുന്നിൻ മുകളിൽ തെളിയിക്കുന്ന തൃക്കാർത്തിക ദീപം വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത് ഈ തൃക്കാർത്തിക നാളിലാണ്. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏക ആഘോഷവും ഇതുതന്നെയാണ്. ആറ്റുകാൽ, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, പാലക്കാട് ഹേമാംബിക, കോഴിക്കോട് വട്ടിപ്പന ശ്രീ വനദുർഗാദേവി ക്ഷേത്രം, അങ്ങനെ ചെറുതും വലുതുമായി ധാരാളം ഭഗവതി ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടത്തിപ്പോരുന്നു. കാർത്തിക ദീപത്തെക്കുറിച്ച് ഇനിയും ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ലക്ഷ്മിയുടെ അംശമായ രാധാദേവിയെ പൂജിച്ച ദിവസമാണെന്നും വിശ്വാസമുണ്ട്. അതേപോലെ ത്രിപുരരെ വധിച്ചു വരുന്ന ശ്രീ പരമേശ്വരനെ പാർവതി ദേവി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമാണെന്നും പുരാണ കഥകളിൽ പറയുന്നു. അതിനാൽ ദീപോത്സവമായി തൃക്കാർത്തിക ആഘോഷിക്കുന്നു. വിശ്വാസം എന്തുതന്നെയാവട്ടെ,
ഇതിനെല്ലാം അടിസ്ഥാനമായി പറയുന്നത് മനസ്സിലെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റി പ്രകാശം തെളിയിക്കുക എന്നതു തന്നെയാണ് കാർത്തിക ദീപം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ എല്ലാവരും ഇനി വരാനിരിക്കുന്ന കാർത്തിക നാളിനായി കാത്തു നിൽക്കാതെ നമ്മുടെ മനസ്സിലെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ അകറ്റി ഈ പ്രകാശമാകുന്ന കാർത്തിക ദീപം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ തെളിയിക്കുമല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഈ മനസ്സിൽ തെളിയിച്ച കാർത്തിക ദീപം ഇല്ലേ, ഇത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ടാറ്റാ.